ഈ കുണ്ടലിനി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വർജിക്കേണ്ടതായിട്ടുണ്ടോ? ചില ആഹാരങ്ങളോ അല്ലെങ്കിൽ ചില ബന്ധങ്ങളോ അല്ലെങ്കിൽ ചില ദുശീലങ്ങളോ? എൻ്റെ ഗുരുനാഥന്മാർക്കും ഈ പ്രപഞ്ചത്തോടുമുള്ള എൻ്റെ ഒരു ദക്ഷിണയാണ്. ഒരു വലിയൊരു സംഭവമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ പിന്നിൽ ഞാൻ ഇപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് എന്നാ പറയുന്നത് എന്നെ ബ്ലെയിം ചെയ്യുന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ത്രെഡൊക്കെ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. നീ എന്ന് പറയുന്നത് എന്താണ്? നീ എന്ന് പറയുന്ന തത്വം എന്താണ്? നീ പ്രപഞ്ചബോധത്തിൻ്റെ അംശമാണ് നീ എന്നുള്ളത് ഉള്ളതിനെ നിന്നെ അനുഭവിപ്പിക്കുകയാണ്. ഈ കുണ്ടലിനി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വർജിക്കേണ്ടതായിട്ടുണ്ടോ? ചില ആഹാരങ്ങളോ അല്ലെങ്കിൽ ചില ബന്ധങ്ങളോ അല്ലെങ്കിൽ ചില ദുശീലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ദുശീലങ്ങൾ തീർച്ചയായിട്ടും വർജിക്കണം. അതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ. അതായത് കുണ്ടലിനി യോഗം ഒരിക്കലും ഒരു വൈരാഗിയുടെ യോഗമല്ല. പക്ഷേ അതിനകത്ത് ഒരു കാര്യം പറയുന്നത്, ഇപ്പം നമ്മൾ കുണ്ടലിനി യോഗം പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുന്നു. അപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു ദുശീലമുണ്ട്, ഉദാഹരണമായിട്ട് പുകവലിക്കുന്നതോ മദ്യപിക്കുന്നതായിട്ടുള്ള ഒരു ദുശീലമുണ്ടെന്ന് കൂട്ടിക്കോ. ആ ദുശീലത്തെ അപ്പം നമ്മൾ നമ്മുടെ എനർജി തലത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ആ ദുശീലം നമുക്കൊരു അഡിക്ഷനായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ ഫോക്കസിങ് പോകാൻ തുടങ്ങും. അപ്പോൾ എനർജി കൂടുതൽ അങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ ദുശീലത്തിന് കൂടുതൽ അഡിക്റ്റായി മാറും. അതേപക്ഷം അത് വർജിച്ചതിന് ശേഷം, അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ ഈ കുണ്ടലിനി ബേസ് എന്ന് പറയുന്നത് അഷ്ടാംഗയോഗവും ചക്രങ്ങളുമാണ്. അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ 8 പദങ്ങളാണ്. അതായത് പതഞ്ജലി മഹർഷി നമുക്ക് തന്നിട്ടുള്ള 8 പദങ്ങളാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന് പറയുന്നത്. അതിനകത്ത് ബഹിരംഗത്തിൽ യോഗത്തിൽ വരുന്നതാണ് ഈ യമം, നിയമം, ആസനം, പ്രാണായാമം, അവിടെ വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ തന്നെ യമനിയമാദികളിൽ ഈ നിയമത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് തന്നെ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വാധ്യായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പറ്റി പഠിക്കുകയാണ്. നമ്മളെപ്പറ്റി പഠിച്ച് ഞാൻ എന്താണ്, ഇപ്പം നമ്മളെല്ലാം ചോദിക്കുന്ന ചോദ്യമാണല്ലോ, ഞാൻ എന്താണ്, ആരാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അപ്പോൾ ആദ്യമേ ഇത് പഠിപ്പിച്ചിട്ടാണ് അടുത്തതിലേക്ക് കൊണ്ടുവന്നത്. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഓടി വരുന്ന ഒരാൾക്ക് നീ വാ എന്നാൽ നിങ്ങൾക്ക് ഞാൻ എന്നെ കുണ്ടലിനി പഠിപ്പിച്ച് ദീക്ഷ തന്നേക്കാം എന്ന് പറഞ്ഞ് വിടുവല്ലോ. ഇത് 1 by 1 ആയിട്ട് പഠിപ്പിച്ച് കൃത്യമായിട്ടുള്ള തലങ്ങളിലൂടെ കൊണ്ടുപോയി എവിടെയാണോ അവർക്ക് പ്രശ്നങ്ങളുള്ള ആ ഏരിയ പരിഹരിച്ച് അവിടുന്നാണ് അടുത്ത ലെയറിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ഒരു യഥാർത്ഥ ഗുരു ചെയ്യേണ്ടത്. അത് യൂട്യൂബ് ഏകലവ്യന്മാർക്ക് അത് കിട്ടുന്നില്ല. അവിടെയാണ് യൂട്യൂബ് നോക്കി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത്. കാരണം അതാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൃത്യമായിട്ടുള്ള ആ ഒരു റൂട്ടിലൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ചക്രങ്ങളിലേക്ക് പോയി നിൻ്റെ സഹസ്രാരത്തെ ഉണർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പറയാറുണ്ട്. ഞാൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി, അവിടെ ചെന്നപ്പോഴത്തേക്കും പുള്ളി എൻ്റെ 2 ചക്രം ഉണർത്തി, ബാക്കി 4 എൻ്റെ 2 ചക്രം ഉണർത്തി, ബാക്കി 5 ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിൽ ഒരുപാട് ചൂഷണങ്ങളും പറ്റിപ്പും നടക്കുന്ന ഒരു മേഖലയാണ്. എന്നോട് ഒരാൾ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. ഒരാൾ ചക്ര ഹീലിംഗ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം ലേഡിയാണ്, ഇയാളെ സമീപിക്കുന്നു. അപ്പോൾ ഇതിനല്ല സമീപിച്ചത് വേറൊരു കാര്യത്തിനാണ്, ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം. അപ്പം നിങ്ങളുടെ ചക്രാസ് മൊത്തം പ്രശ്നമാണ്, അപ്പം എനിക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളായി, കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു, കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് പതുക്കെ പറഞ്ഞാൽ തിരിഞ്ഞിരുന്നിട്ട് ചുരിദാറൊന്ന് പൊക്കാൻ, ചക്രാസ് കാണണമെന്ന്. അതൊക്കെയാണ് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന മേഖലകളാണ്. ചക്രാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ്, ഒരിക്കലും നമ്മുടെ സ്ഥൂല ശരീരത്തിലല്ല. ഇയാളെ എനിക്ക് അറിയാം, ഞാനൊരു കോൺടാക്ട് ഉള്ള ആളെ ഞാൻ വിളിച്ചു പറഞ്ഞു, ചേട്ടന്റെ ചക്രം മിക്കവാറും ഞങ്ങൾ തന്നെ വന്ന് പൊട്ടിക്കേണ്ട അവസ്ഥ പണി മേലാൽ. സത്യത്തില് ഈ ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ധാരണ ഇല്ലാത്തവരുടെ ഒരു കാര്യമാണ്. അപ്പം പറ്റിക്കപ്പെടാൻ നിൽക്കുന്ന ഒരു സമൂഹത്തെ പറ്റിക്കാനായിട്ടുള്ള വേദികളാണതൊക്കെ. അപ്പോൾ അതിലൂടെ സംഭവിക്കുന്നത് എന്താ, ശരിക്കുള്ള ഈ അറിവ്, നമ്മുടെ ഈ പൗരാണികമായ ഈ അറിവ് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ആരും തന്നെ പഠിക്കുന്നില്ല. കാരണം ഇത് ഇന്ത്യയിൽ നമ്മുടെ ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുനാഥനിൽ നിന്ന് ഏറ്റവും മഹത്തായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഈ അറിവ് ഇന്ന് നമ്മുടെ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? കാരണം എന്താ, അത് അങ്ങനെ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു അറിവിനെ നമുക്ക് പബ്ലിക് ആക്കുന്നേ ഇല്ല. നോക്കൂ, ഭാരത് ഇന്റലിജൻസ്, അങ്ങനെയാണ് ഞാൻ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം ഭാരത് ഇന്റലിജൻസ് ആണ്. നമ്മുടെ പൂർവികന്മാർ ഋഷി പരമ്പര, ഗുരുപരമ്പര ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇതിന് മറ്റൊരു കാവ്യവൽക്കരണത്തിലാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും. തീർച്ചയായിട്ടും. അതിനകത്ത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അറിവുകളെല്ലാം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിദേശികളാണ്. അവിടെ ഇതിനുവേണ്ടി യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകമായിട്ടുള്ള സെഷൻ തന്നെ ആരംഭിച്ചു. ഞാൻ ഈ അടുത്തിടയിൽ മോഹൻജി ഫൗണ്ടേഷൻ, മോഹൻജിയുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പാലക്കാട് പോയി. ഞാൻ ഞെട്ടിപ്പോയത്, അദ്ദേഹം വണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ, ബാക്കി മുഴുവൻ വിദേശീയരാണ്. ആഫ്രിക്കൻസ് ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്, ഒരു 6-7 പേര്, 4 പേര്, ഒരാൾ മാത്രം ഡൽഹിയിൽ നിന്നുള്ള, മലയാളികൾ ആരും ഇല്ല. ഇദ്ദേഹത്തിന്റെ ശിഷ്യരാണ്. ഇദ്ദേഹം യാത്ര ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് കാണാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം വിദേശ സർവകലാശാലകളിലെ പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലകളിലും നമ്മളുടെ ഈ പറഞ്ഞ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഭാരതീയ സംസ്കൃതിയെ പറ്റി പഠിക്കാനും ഇതുപോലുള്ള കുണ്ടലിനിയെ പറ്റി എൻ്റെ അടുത്ത് തന്നെ വിദേശികൾ ധാരാളം പേര് വരാറുണ്ട് കുണ്ടലിനിയെ പറ്റി മാത്രം പഠിക്കാനായിട്ട്. അവരൊക്കെ ഈ
നമ്മുടെ തിരുവനന്തപുരത്ത് ആ ഏരിയയിൽ മറ്റേ അവിടെയൊക്കെ വന്നിട്ട് അവിടുന്ന് അന്വേഷിച്ച് വരുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങക്ക് എന്താണ് കേരളത്തിൽ സെന്റർ ഇല്ലാത്തത്? 17 രാജ്യങ്ങളിൽ അവർക്ക് ആക്ടിവിറ്റീസ് നടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നു. എന്നോട് പറഞ്ഞു, ഇത് മലയാളികളെക്കാൾ അതിലും അപ്പുറത്ത് ഇന്ത്യയിലുള്ളവരെക്കാൾ ഇതിനെ അംഗീകരിക്കുന്നത് പുറത്തുള്ളവർ. തീർച്ചയായിട്ടും പുറത്തുള്ളവർ അംഗീകരിക്കുന്നത് മാത്രമല്ല, അതിന് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു ആൾക്ക് നമ്മൾ കുണ്ടലിനി പറഞ്ഞു കൊടുക്കാമെന്ന് പഠിക്കും, നമ്മൾ പറഞ്ഞു അവരെ പഠിപ്പിച്ചു കൊടുത്ത് അതിൻ്റെ ബേസ് പഠിപ്പിച്ചു കൊടുത്ത് ഇന്ന കാര്യങ്ങൾ നീ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. ഒരാഴ്ച 2 ആഴ്ച പ്രാക്ടീസ് ചെയ്യും. അത് കഴിയുമ്പോൾ അവർ അവർക്ക് വന്നിട്ട് പറയും ഇൻസ്റ്റൻറ്റ് സാധനം കിട്ടണം. അത് മാത്രമല്ല, ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാതിരിക്കുമ്പോൾ ഇവർ പിന്നെ ചിന്തിക്കുന്നത് വെച്ചാൽ അതിലൊന്നും ഇല്ല, അതിലൊരു കഥ ഇല്ലെന്നും ഇല്ല. അങ്ങനെ ഇപ്പോൾ ഒരു 10,000 15,000 അല്ലെങ്കിൽ 25,000 ശിഷ്യരുണ്ടെന്ന് വെക്കൂ. അങ്ങ് നാളെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പരസ്യം കൊടുക്കുകയാണ്, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ കുണ്ടലിനി എന്ന് പറഞ്ഞാൽ ധാരാളം അതൊരു 1 ലക്ഷമായി മാറാൻ അധികം സമയം വേണ്ട. പക്ഷെ അങ്ങനെന്താ പറയുന്നത്, 2 ദിവസം വരണം, എന്റെ ക്ലാസ്സിന് ഇരിക്കണം, അതിനുശേഷം ഞാൻ അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യും, ഇത്ര ദിവസം അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ ബേസിക് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നവർ അഡ്വാൻസിലേക്ക് പങ്കെടുത്തോട്ടെ എന്ന് ചോദിക്കും. കാര്യം ഫിനാൻഷ്യലി അത് നല്ല കാര്യമാണല്ലോ. പക്ഷെ ഒരിക്കലും നമ്മൾ അതിന് അനുവാദം കൊടുക്കില്ല. അതിൻ്റെ ആ ഒരു തലത്തിലേക്ക് എനർജി അവർ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനകത്ത് അനുവാദം കൊടുക്കില്ല. കാരണം അതിനകത്ത് വരുന്ന കാര്യങ്ങൾ അത്ര വലുതാണ്. ഇപ്പം കായകൽപ്പം ഉൾപ്പെടെയുള്ള 4 നിലയിലുള്ള കായകൽപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അഡ്വാൻസ് ലെവലിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ മാറണം. ഇപ്പം ആ ഒരു എനർജി ലെവലിലേക്ക് മാറാത്ത ഒരാൾക്ക് അതൊരിക്കലും സാധിക്കില്ല. ഞാൻ ഈ ആശാ ഗുരുജിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അങ്ങ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ആഴ്ചയിൽ ഒരു ദിവസം എന്തോ ഫ്രീ ആയി ഹീലിംഗ് സെഷൻ വെക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥന്മാർക്കും ഈ പ്രപഞ്ചത്തോടുമുള്ള എൻ്റെ ഒരു ദക്ഷിണയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ ഞാൻ ഇപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് എന്നാ പറയുന്നത് എന്നെ ബ്ലെയിം ചെയ്യുന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ത്രെഡൊക്കെ എനിക്ക് ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് ഫോണിലൊക്കെ മെസ്സേജൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദിയേഗ കോൺഷ്യസ് എനർജി എന്ന് പറയുന്ന ആ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു ഹീലിംഗ് മെത്തേഡാണ് എൻ്റെ ഗുരുനാഥനിൽ നിന്ന് എന്നിലേക്ക് വിത്തുപാകപ്പെട്ടത്. എന്ന് വെച്ചാൽ ഗുരുനാഥൻ അത് അതിൻ്റെ എല്ലാ ഏരിയകളിലേക്കും ഒന്നും കടന്ന് വന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് മുന്നത്തിന് പുള്ളി അദ്ദേഹം എന്നെ വിട്ടുപോയിരുന്നു. പക്ഷേങ്കിൽ അതിനൊരു വിത്ത് പാകി, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിലാണ് നീ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പം ഞാനത് പിന്നീട് റിസർച്ച് ചെയ്ത് ആ ഒരു ഹീലിംഗ് ഞാൻ എനിക്ക് സെൽഫായിട്ട് ചെയ്തു, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്തു, അങ്ങനെ പലർക്കും വേണ്ടി അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഇത് ഒരു വലിയ സാധ്യത എന്ന് മനസ്സിലായി. കാരണം മറ്റൊരു ഹീലിംഗ് മെത്തേഡിലും പറയാത്ത രീതിയിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ദിയേഗ പറയുന്നതെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രപഞ്ചം എന്ന് പറയുന്നത് എനർജി മാറ്ററുമാണ്. പക്ഷേ ദിയേഗ പറയുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സും എനർജിയുമാണ്. അതുകൊണ്ടാണ് ദിയേഗ കോൺഷ്യസ് എനർജി എന്നതിന് പേര് വന്നത്. അപ്പോൾ ഈ ബോധം, അഖണ്ഡമായ ഇരിക്കുന്ന ബോധവും ഈ എനർജിയും കൂടെ കൂടുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടായത്. അങ്ങനെ ആ പ്രപഞ്ചം ഉണ്ടായ തത്വങ്ങൾ ഏതാണോ ആ തത്വത്തിലാണ് ദിയേഗ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ തത്വമാണ് നീ. ഇത് ദിയേഗ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഹീലിംഗ് മെത്തേഡ് മാത്രമല്ല. അതെന്ന് പറയുന്നത് നീ എന്ന് പറയുന്നത് എന്താണ്, നീ എന്ന് പറയുന്ന തത്വം എന്താണ്, നീ പ്രപഞ്ചബോധത്തിൻ്റെ അംശമാണ് നീ ഉള്ളതിനെ നിന്നെ അനുഭവിപ്പിക്കുകയാണ്. അപ്പം അതിങ്ങനെ പറഞ്ഞു തരികയല്ല, ആ അനുഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദിയേഗയിലൂടെ അത് പറ്റും. അപ്പം അതിലൂടെയാണ് നമ്മൾ ആ ഹീലിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഹീലിംഗ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് അത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഹീലിംഗ് മെത്തേഡാണെന്ന് ഞാൻ അവകാശപ്പെടാൻ അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഹീലിംഗ് മെത്തേഡിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തതായിട്ടൊന്നും നമുക്കിവിടെ സൃഷ്ടിക്കേണ്ടതോ അല്ലെ ഒന്നും നേടേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഒരു അസുഖം നമുക്ക് ക്യൂർ ചെയ്യേണ്ടതായിട്ടോ ഒന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ബേസിലായിട്ടിരിക്കുന്ന സംഗതികളിൽ ഫോക്കസ് ചെയ്ത് ആ സംഗതികളൊക്കെ തന്നെ നമ്മൾ അതിലേക്ക് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ക്യൂർ ചെയ്യപ്പെടാത്തതായിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ ഒരു ഇത് പഠിച്ചതിന് ശേഷം, ഞാൻ എൻ്റെ സിമ്പിൾസ് കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തതിന് ശേഷം പെയ്ഡായിട്ട് ആ സമയത്തൊക്കെ പെയ്ഡായിട്ടാണ് ഞാൻ ഹീൽ ചെയ്യുന്നത്. വിദേശത്തും സ്വദേശത്തുമുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട്, എനിക്കൊന്ന് 1000കണക്കിന് ആളുകൾക്ക് വേണ്ടി ഞാൻ ഡിസ്റ്റൻ്റായിട്ടോ അല്ലാതെയൊക്കെ ഞാൻ ഹീൽ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ അത്യാവശ്യം നല്ല പേയ്മെൻറ്റും ഒക്കെ മേടിച്ച് അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അങ്ങനെയുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, അതായത് പല അനുഭവങ്ങളും ഇപ്പോൾ ഒരുപാടുണ്ട് പറയാനായിട്ട്, എങ്കിലും എൻ്റെ ചാനലിലൊക്കെ കുറേ കിടപ്പുണ്ട്. അങ്ങനെ അനുഭവങ്ങളിലേക്ക് വരുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഉള്ള ഒരു അസുഖം എന്ന് വെച്ചു, ഫിസിക്കൽ അസുഖം എന്ന് വെച്ചു, വർഷങ്ങളായിട്ടുള്ളൊരു അസുഖം. അവർ അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കി അവരുടെ സമയം, ജീവിതത്തിൻ്റെ വലിയൊരു സമയം അവർ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി നടന്നതിന് ശേഷം അത് ക്യൂർ ആവില്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് മരുന്നില്ല. ഒരു ലേഡിയോടൊരു മരുന്ന് കമ്പനിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അവരുടെ മരുന്നെല്ലാം കൊടുത്ത് പരീക്ഷിച്ചു അവരുടെ ഒരു രോഗത്തിന് വേണ്ടി. ഇവിടെ അടുത്തുള്ള ആൾ തന്നെ കേട്ടോ. അപ്പം പുള്ളിക്കാരത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇനി ഈ കമ്പനി മരുന്ന് തരികയില്ലെന്ന് പറഞ്ഞു.
ആ കമ്പനി മാത്രമേ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ഇവരുടെ ഈ രോഗത്തിന് വേണ്ടിയിട്ടുള്ള. ആ മരുന്ന് കമ്പനി മരുന്ന് കൊടുത്തിട്ട് രോഗം ക്യൂറാവുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് മരുന്ന് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ജീവിതം അത്രയും ഡെസ്പറേറ്റ് ആയി കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ആ ഹീലിങ്ങിലൂടെ അത് ഹീൽ ചെയ്ത് ഏതാണ്ട് കഴിഞ്ഞ മണ്ഡലകാലത്ത് അവർ ശബരിമല കയറാൻ പോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പം അത് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയ വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവരുടെ ഒരു ജീവിതം ഇല്ലാതെ നിൽക്കുന്ന അല്ലെങ്കിൽ തീർന്നു പോകും എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് പോലും ഈ ഹീലിങ്ങിലൂടെ പരിഹാരം കണ്ടെത്തുക. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ കഴിവല്ല ഒരിക്കലും, ഞാനും അവിടെ ഒരു ടൂള് മാത്രമാണ്. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് അവരെ എത്തിക്കാനായിട്ട് നിയോഗം ലഭിച്ച ഒരു നിയോഗമാണ് എനിക്കുള്ളത്. അപ്പോൾ അത് ആ ഒരു അനുഭവത്തിലേക്ക് അവരെ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി വിശേഷമാണ് ദിയേഗ എന്ന് പറയുന്നത്.